ടാക്സ് ഇൻസ്പെക്ടർ വരുന്നത് ആദ്യം പറഞ്ഞ ജോലി, അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. ടാക്സ് അസിസ്റ്റൻറ്റ് ഇവിടെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലും വരുന്നുണ്ട്. പഠിച്ച വിഷയത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി, ഉയർന്ന ശമ്പളത്തിൻ്റെ ഒപ്പം തന്നെ സമൂഹത്തിൽ നല്ല റെസ്പെക്റ്റും എക്സ്ട്രാ ആനുകൂല്യങ്ങളും ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും സ്വപ്നമാണിതല്ലേ? നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്വപ്നം സത്യമാവാനുള്ളൊരു അവസരമാണിത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിന് പറ്റിയ കേന്ദ്ര സർക്കാർ ജോലികൾ ഏതൊക്കെയാണ്, അവയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആദ്യം തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ജോലികളിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഉള്ള റിലവൻസ് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ള റിലവൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ അധികവും BComോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ജോലികൾ, അതിൽ കൂടുതലും ടാക്സ് റിലേറ്റഡ് ആയിട്ടും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടും വരുന്ന ജോലികളാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ പോസ്റ്റുകളിലേക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ള എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കീഴിൽ വരുന്ന മിനിസ്ട്രികളിൽ ഉള്ള ഒരുപാട് ജോലികളാണ്. സോ കേന്ദ്ര സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ജോലിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വർക്ക് ലൈഫ് ബാലൻസ് അടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ജോലികളെല്ലാം തന്നെ SSC CGL എക്സാമിലൂടെ വിളിക്കുന്ന ഗ്രൂപ്പ് B and C പോസ്റ്റുകളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങളുടെ കരിയർ ലാഡർ എത്ര മാത്രം ഉയരങ്ങളിലേക്ക് ഈ ജോലികളിലൂടെ എത്താൻ സാധിക്കുമെന്ന്. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇനിയുള്ള ഈ പറയാൻ പോകുന്ന ജോലികളിൽ ചിലത് ഫീൽഡ് ജോബുകളും ചിലത് കംപ്ലീറ്റ്ലി ഡെസ്ക് ജോബുകളും ചിലത് രണ്ടിൻ്റെയും മിക്സ് ആയിട്ട് വരുന്നതുമാണ്. സോ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. കൂടുതലും മേ ബി ഫീൽഡ് ഡ്യൂട്ടീസോ ഇൻവെസ്റ്റിഗേഷൻസോ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജോലികളിലേക്ക് നോക്കാം. ഇനി അതല്ല കുറച്ചും കൂടി ഒരു ഓഫീസ് ടൈപ്പ് 9 to 5 ജോലികളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജോലികളും ഇനി പറയാൻ പോകുന്ന ഈ ടൈപ്സ് ഓഫ് ജോബുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക, നിങ്ങൾ പഠിച്ച വിഷയത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോലിയാണ്. സോ ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് SSC CGL നോട്ടിഫിക്കേഷനിൽ വരുന്ന ഒരു പോസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ മിനിമം ഡിഗ്രി ആണ് ഈ ജോലിയുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 രീതികളിലാണ് ജോലി വരും. ഒന്ന് നിങ്ങൾക്ക് ഫീൽഡ് ഡ്യൂട്ടി കിട്ടാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക് ഡ്യൂട്ടി കിട്ടാം. എന്നീ ചില കേസിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടും നിങ്ങൾക്ക് ജോലി വരാറുണ്ട്. സോ ബേസിക്കലി ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് CBDTയിലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. CBDT എന്ന് വെച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അതിൻ്റെ കീഴിലാണ് ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ജോലിയുടെ പ്രൊഫൈലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ 2 രീതിയിലാണ് ജോലി വരുന്നത് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്കൊരു ഡെസ്ക് ജോബാണ് കിട്ടുന്നതെങ്കിൽ കൂടുതലായിട്ടും ഇൻകം ടാക്സ് മേ ബി ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്ന ടാക്സ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ റീഫണ്ട് ക്ലെയിംസ് ഒക്കെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുക, ക്വയറീസ് ഒക്കെ ആൻസർ ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. കൂടുതലും ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലറിക്കൽ ജോലികളായിരിക്കും നിങ്ങളിവിടെ ചെയ്യാനായിട്ടുണ്ടാവുക. ഇനി അത് തന്നെ വീണ്ടും നിങ്ങൾ ഒരു നോൺ അസസ്മെൻറ്റ് സെക്ഷനിലാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫീൽഡ് ടൈപ്പ് ഓഫ് വരുന്ന ഒരു ജോലിയാണ്. ഇവിടെ നടക്കുന്ന റെയ്ഡുകളുടെയൊക്കെ ഭാഗമാകുക, അവിടെ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ റോളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ ഒരു പ്രൊമോഷൻ, ആ ഒരു ലാഡറാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഓഫീസറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ITO അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഓഫീസർ ആകുന്നു. അതിനുശേഷം അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ. അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പ്രായത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്. സോ മിനിമം എന്തായാലും 5 to 7 ഇയേഴ്സ് എടുക്കും ഓരോ പ്രൊമോഷനും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കരിയർ ലാഡറിൽ ഒരു വലിയ ഉന്നതമായിട്ടുള്ള പോസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ ഈ ഒരു ജോലിയും തീർച്ചയായും വീണ്ടും SSCയുടെ CGL എക്സാമിലൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഒരുപാട് സെക്ഷൻസിൽ സാധാരണ വിളിക്കാറുണ്ട്. നിങ്ങൾ മേ ബി CGLയുടെ നോട്ടിഫിക്കേഷൻ എടുത്താൽ കാണാം, പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് പോസ്റ്റിലുണ്ട്, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, അങ്ങനെ ഒരുപാട് മിനിസ്ട്രീസിൽ ഈ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊമേഴ്സുകാർക്ക് പറ്റിയത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് CSS ആണ്. CSS എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസും അതുപോലെ തന്നെ വരുന്നതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഓഫീസിലൊക്കെ നിങ്ങളുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് മേ ബി നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തെ ഇന്ത്യൻ ഓഫീസിലും പോയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഈ ഒരു പോസ്റ്റിന് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ജോലിയാണ് ഈ ഒരു പോസ്റ്റിന് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ്. സോ കംപ്ലീറ്റ്ലി ഇതൊരു ക്ലറിക്കൽ ആയിട്ടുള്ള ജോലിയാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവയുടെ റെക്കോർഡ് ട്രാക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടീസാണ് വരുന്നത്. സോ ബേസിക്കലി മേ ബി മെമ്മോസ് ഒക്കെ ടൈപ്പ് ചെയ്യുക, പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലികളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതൊരു അസിസ്റ്റന്റ് ലെവൽ ജോലി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ ഹയർ അതോറിറ്റീസിൻ്റെ ഒക്കെ ഓർഡേഴ്സ് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രൊഫൈലും കൂടെ നിങ്ങളുടെ ജോലിയിൽ ആഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ആദ്യം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിരിക്കും. ഒരു 5 to 6 ഇയേഴ്സിന് ശേഷം ആദ്യത്തെ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക. അതിനുശേഷം ബാക്കി ഇവിടെ നിങ്ങൾക്ക് അണ്ടർ സെക്രട്ടറി, നെക്സ്റ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വരുന്ന ഗ്യാപ്പ് അത്യാവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഹയർ പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റോള് ഓഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആണ്. സോ അപ്പോൾ ഇത് രണ്ടും കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസിന് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് SSC CGL എക്സാമിൽ. അപ്പോൾ ഇവിടെ വീണ്ടും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റിംഗ് കിട്ടാം. സോ ഇവിടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് റിലവൻ്റ് ആയിട്ടുള്ളത് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്ന് ഇവിടെ CAG ആണ്, അതായത് കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് CGDA ആണ്, കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് CA, ദാറ്റ് ഇസ് കൺട്രോളർ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ്. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊമേഴ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ ജോലിയുടെ ഒരു പ്രൊഫൈൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടൻ്റ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് ഡിവിഷൻസിൽ മേ ബി പല തരത്തിലുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ എക്സ്പെൻസസ് ഓഡിറ്റ് ചെയ്യുക, റീഫണ്ട് ക്ലെയിംസ് ഒക്കെ നോക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ഇത് ഇനി അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ട് റിലേറ്റഡ് ഡേറ്റ, അപ്പോൾ ഇവിടെ CGDAയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫൻസിൻ്റെ അക്കൗണ്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും നിങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. അവിടെ കൂടുതലും ആർമി ബേസിൻ്റെ ഒക്കെ അടുത്ത് ആയിരിക്കും നിങ്ങളുടെ ഓഫീസുകളും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ടാക്സ് അസിസ്റ്റൻ്റ് ആണ്. സോ ടാക്സ് അസിസ്റ്റൻ്റ് ആണ് 2 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്നത്. ടാക്സ് ഇൻസ്പെക്ടർ വരുന്നത് ആദ്യം പറഞ്ഞ ജോലി, അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. ടാക്സ് അസിസ്റ്റൻറ്റ് ഇവിടെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടും വരുന്നൊരു പ്രൊഫൈലാണ് ഇവരുടെ ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ വീണ്ടും പ്രധാനമായിട്ടും ടാക്സ് റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻകം ടാക്സിൽ CBDTയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് അസസ് ചെയ്യുക, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക, ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലികളായിരിക്കും നിങ്ങൾ ഇവിടേക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലും ടാക്സിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ മേ ബി ഡേറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വീണ്ടും ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ മൊത്തം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്ലോ ഓഫ് വർക്ക് നടത്തുന്നതിന് വേണ്ടി നിങ്ങളിവിടെ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ജോലീൻ്റെ പ്രൊമോഷണൽ ലാഡറാണ്. സോ സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ് ആകാം. ടാക്സ് അസിസ്റ്റൻ്റ് ആയതിനു ശേഷം ഇവിടെ 3 ഇയേഴ്സിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ് ആകാം. അതിനുശേഷം ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് കിട്ടും, സൂപ്പറിൻറ്റൻഡൻറ്റ് അപ്രൈസർ പോസ്റ്റിലേക്ക്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ബാക്കി വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കരിയർ പോകുന്നത്. അപ്പോൾ
ഇതിലൊക്കെ ഇടയിൽ ഇത് ഉടനെയുള്ള പ്രൊമോഷൻസ് അല്ല കേട്ടോ. ഒരു 5 to 6 years ഗ്യാപ്പ് എന്തായാലും ഓരോ പ്രൊമോഷൻ്റെ ഇടയ്ക്ക് വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും നേരത്തെ നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഫീസ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഈ പോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ SSC CGL എക്സാമിലെ ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ പുതിയതായി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് ഓഫീസ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ CGLൻ്റെ ഡീറ്റെയിൽഡ് വേക്കൻസി ലിസ്റ്റ് വന്നപ്പം 6000-ൽ പരം വേക്കൻസീസാണ് ഈ ഒരൊറ്റ പോസ്റ്റിന് വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണിത്. അപ്പോൾ ഇത് വീണ്ടും ഇവിടെ 2 മിനിസ്ട്രീസ് അല്ലെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് വരുന്നത്. അതിൽ ഒന്ന് CBDT-യിലാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലും, അടുത്തത് ഇവിടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ വരുന്ന ഇതിലാണ് ഈ പോസ്റ്റ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഈ പോസ്റ്റിൻ്റെ പ്രത്യേകതകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പുതിയതായിട്ട് വന്നൊരു പോസ്റ്റാണ്. ഇതിന് മുമ്പത്തെ നോട്ടിഫിക്കേഷൻസിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇത് ഇച്ചിരിയും കൂടെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്യുന്നത്. സോ ഇത് ഡയറക്റ്റ്ലി ഗ്രൂപ്പ് ബിയിലെ ഒരു നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. CGL എക്സാമിൽ വരുന്ന പോസ്റ്റാണ്. മിനിമം യോഗ്യത ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ വന്നതുകൊണ്ട് ഇനി വരുന്ന CGL എക്സാമിലും നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നല്ല വേക്കൻസീസുമാണ് നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതൊരു ലെവൽ 6 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ CGLൽ പറയുന്ന പ്രകാരം നിങ്ങളുടെ സാലറി 35,000 തൊട്ട് 1,12,000 വരെയുണ്ട്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റിയിലാണോ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൽ നിങ്ങളുടെ പെർഫോമൻസും ബാക്കി ബോണസും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു റേഞ്ച് വരുന്നത്. എന്തായാലും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഒരു 70,000 അബവ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ പോസ്റ്റിംഗ് എവിടെയാണ് അല്ലെങ്കിൽ അലവൻസ് എവിടെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ സാലറി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ സാധാരണ എല്ലാ ഗവൺമെൻറ് ജോലിക്കുമുള്ള ബാക്കി CGL പോസ്റ്റിനൊക്കെയുള്ള അതേ ബെനിഫിറ്റ്സ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടും. DNS അലവൻസ് ഉണ്ട്, TA ഉണ്ട്, നെക്സ്റ്റ് നിങ്ങൾക്ക് HRA കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അലവൻസുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ജോലിയുടെ പ്രൊഫൈൽ എന്താണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓഫീസ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു ഓഫീസിൽ ഡേ ടു ഡേ നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിനുവേണ്ടി പ്രധാനമായിട്ടും ഓഫീസിലെ ഫയലുകളും റെക്കോർഡ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ ഓഫീസിലെ ബാക്കിയുള്ള ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സ്റ്റാഫുകൾക്കൊക്കെ ടാസ്കുകൾ നിങ്ങൾ ജസ്റ്റ് ഡെലിഗേറ്റ് ചെയ്ത് ആ മൊത്തത്തിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ട് വരും. ഇനി നെക്സ്റ്റ് ഇവിടെ ബിൽ പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റാഫ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ചില കേസസിൽ ഫീൽഡ് ഡ്യൂട്ടീസൊക്കെ നടത്തുന്ന ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുക. പിന്നെ വീണ്ടും നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് പറയുന്ന ജോലികൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈല് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഒക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതെല്ലാം തന്നെ കോമേഴ്സ് സ്റ്റുഡൻസിന് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ജോലികളാണ്. നിങ്ങൾ പഠിച്ച വിഷയത്തിൽ തന്നെ ഇത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ജോലികൾ കിട്ടുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തിന് ഇനിയും നിങ്ങൾ കാത്തിരിക്കണം അല്ലേ? SSCയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാ വർഷവും കറക്റ്റ് ഒരു സൈക്കിളായിട്ടാണ് വരുന്നത്. സോ ഈ വർഷത്തെ SSC CGL എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നത് 14,500 വേക്കൻസീസാണ്. അതിന് മുകളിൽ വേക്കൻസീസ് ആണ്. കഴിഞ്ഞ വർഷം 17,000-ന് മുകളിലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത CGL 2026 വരുമ്പോഴേക്കും നമ്മൾ ഇനിയും വളരെ നല്ല വേക്കൻസീസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതിന് എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഷൻ SSC 2026 എന്നാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പേര്. സോ അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ബിഗിനർ ആണെങ്കിൽ പോലും
എന്ന് വെച്ചാൽ ജസ്റ്റ് അത് മേ ബി നിങ്ങൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സിമ്പിളായി നമ്മുടെ ട്രെയിനിങ്ങിലൂടെ ഈ ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 2 years വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 3 ലെവലായിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലെവൽ ട്രെയിനിങ് ആണ്. ബേസിക് കോൺസെപ്റ്റുകളും നിങ്ങൾക്കറിയാത്ത സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വീക്കർ ഏരിയാസിൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് വീക്കർ ഏരിയാസ് നമ്മൾ സ്ട്രോങ് ആക്കും. അതിനുശേഷം മൂന്നാമത്തെ ലെവലിൽ നിങ്ങളുടെ മെയിൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അടക്കം ഷോർട്ട് കട്ട്സിലൂടെയും പ്രാക്ടീസ് ടെസ്റ്റുകളിലൂടെയും നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ലെവൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 3 ലെവലിലൂടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോകുന്നത്. ഇതിലുടനീളം നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ ബുക്സും പ്രിൻറ്റഡ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് ഉടനെ വരുവാണ്. സോ നിങ്ങളൊരു ബിഗിനർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും ഒരു ബേസിക് ടു എക്സ്പേർട്ട് ലെവൽ പ്രിപ്പറേഷനിലൂടെ നിങ്ങളുടെ മെയിൻസ് വരെയുള്ള പ്രിപ്പറേഷൻ എൻട്രി നോക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് SSC എക്സാംസിൽ ഇപ്പോൾ കുറേ കൺഫ്യൂഷൻസ് വരുന്ന ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അടക്കമാണ് നമ്മുടെ കോഴ്സ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മോക്ക് ടെസ്റ്റുകളും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള AI കോ പൈലറ്റ് ഫീച്ചർ കൂടി മോക്ക് ടെസ്റ്റുകൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്രയൊക്കെ സമയം എടുക്കുന്നു, ഏതാണ് അതിലൂടെ നിങ്ങളുടെ വീക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നെല്ലാം നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ക്ലിയർ ചെയ്ത് തരാൻ എപ്പോഴും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ആൻഡ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ എല്ലാം തന്നെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടീച്ചിങ് എക്സ്പേർട്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെ പോകണമെന്നുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഇനി ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം ടോപ്പിക്സിൽ വിഷ്വലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചസ് ഒക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിപ്പം SSCയുടെ CGLന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ബാക്കി വരുന്ന ബാങ്കിങ് എക്സാംസിനോ RRBയുടെ എക്സാംസിനോ ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൂടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലോ സ്റ്റുഡൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ഓർ മേ ബി ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓൺലി ബാച്ചസും നമ്മുടെ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി ഒരു സ്പെസിഫിക് എക്സാം ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സാം സ്പെസിഫിക് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബാച്ചിൻ്റെ കാര്യം മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരുന്ന 2026 CGL എക്സാം നമ്മൾ എന്തായാലും പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ക്വയറീസ് എന്ത് തന്നെ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ക്വസ്റ്റൻ എഴുതി നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.